മോനെപ്പോഴും എന്റെ കൂടെ വേണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മുഹമ്മദ് അൻഷാഹ് എന്ന് പറയുന്ന പൊന്നുമോനെ മാരകമായ ലുക്കീമിയ ക്യാൻസർ ബാധിച്ചിട്ട് ചികിത്സിക്കാൻ പണമില്ലാതെ നമ്മുടെ മുൻപിൽ കൈനീട്ടുകയാണ്. വളരെ അടിയന്തരമായിട്ട് മജ്ജ മാറ്റി വെച്ചാല് ഈ പൊന്നു മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ വീഡിയോ സഹായിക്കണം. മോന്റെ അവസ്ഥ കൊണ്ടിട്ട് സഹിക്കണില്ല. എല്ലാരും സഹായിക്കണം. ഇന്ന് ബ്ലഡ് കുറവായിട്ട് ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ടവരെ, ഞാൻ റഫ്സൽ ഒളവണ്ണ. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് MBR ക്യാൻസർ സെന്ററിലാണ്. പ്രിയപ്പെട്ടവരെ, 13 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് അൻഷാഹ് എന്ന് പറയുന്ന പൊന്നുമോന് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന മാരകമായ ക്യാൻസർ ബാധിച്ചിട്ട് ക്യാൻസറിൽ തന്നെ 3ാമത്തെ സ്റ്റേജും കടന്നിട്ട് ആ പൊന്നുമോന് ജീവിച്ചിരിക്കുന്നത് തന്നെ അത്ഭുതമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞു പൈതലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇനി കുറഞ്ഞ ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും അൻഷാഹിന്റെ മജ്ജ മാറ്റി വെക്കുവാൻ ഞങ്ങളോടൊപ്പം നിൽക്കണം. ഇതിനായിട്ട് 35 ലക്ഷം രൂപ കണ്ടെത്തണം. പ്രവാസ ലോകത്ത് ഡ്രൈവർ ജോലി ചെയ്യുന്ന അൻഷാഹിന്റെ പിതാവ് ഹാരിസ് ബാബുവിന് ഇത് താങ്ങാവുന്നതിനും അപ്പുറമായത് കൊണ്ടാണ് നിങ്ങളുടെ മുൻപിൽ കൈനീട്ടേണ്ടി വന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ കുഞ്ഞു പൈതലിനെ, നമ്മുടെ സഹോദരനെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളോടൊപ്പം നിൽക്കണം. നിങ്ങളോട് അഭ്യർത്ഥിക്കാം. ഇസ്ലാം മൂച്ചത്തല മദ്രസിലെ സദർ ഉസ്താദാണ്. ഇവിടെ പഠിക്കുന്ന അൻഷഹ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി വലിയൊരു അസുഖത്തിന് അടിമപ്പെട്ട് ചികിത്സയിൽ കഴിഞ്ഞാണ്. അവൻ്റെ സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുന്ന കുടുംബമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവൻ്റെ മജ്ജ മാറ്റി വെക്കേണ്ട ആ ഒരു ശാസ്ത്രജ്ഞയ്ക്ക് വേണ്ടി എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. അല്ലാഹു എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കേണ്ടവനാണ് പ്രിയപ്പെട്ട അൻഷഹ്. അൻഷഹ് ഇന്ന് ആശുപത്രി കിടക്കയിലാണ്. അൻഷഹ് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഈ മക്കളെല്ലാവരും ഞങ്ങളെപ്പോലെ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഒരു മൂത്ത കൂട്ടുകാരനായി അവരോടൊപ്പം കളിക്കാൻ അൻഷഹ് ആശുപത്രി കിടക്കയിൽ നിന്നും വരണമെങ്കിൽ വലിയൊരു സംഖ്യയുടെ ആവശ്യമുണ്ട്. 35 ലക്ഷം രൂപ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ലഭിച്ചാൽ മാത്രമേ അൻഷഹിന് ഇവർക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അൻഷഹിനെ തിരിച്ചു കിട്ടാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ഈ നാട്ടുകാർ ഒന്നടങ്കം ഈ കുട്ടികളുടെ പ്രാർത്ഥന, ആ കുടുംബത്തിന്റെ പ്രാർത്ഥന വിജയിക്കുവാൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണം. പ്രിയരെ, തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസാണ് ഉള്ളവരെ. തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 12-ലെ പരവത്ത് ഹാരിസ് ബാബുവിൻ്റെ മകൻ അൻഷഹ് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമാവുകയാണ്. കഴിഞ്ഞ 3 വർഷത്തിലധികമായി ഇത് സംബന്ധമായ ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം രോഗത്തിൽ നിന്ന് വിമുക്തമായി എന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് വളരെ അവിചാരിതമായിക്കൊണ്ട് വീണ്ടും കുട്ടിക്ക് അസുഖവും കാര്യങ്ങളും കാണിക്കുകയും ഡോക്ടർമാർ മജ്ജ മാറ്റിവെക്കലല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എന്ന് വിധിയെഴുതുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ തിരുവപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ്. ഒറ്റൊന്നും പറയാനില്ല. 11 വയസ്സ് കഴിഞ്ഞ 12 വയസ്സിലേക്ക് കടക്കുന്ന അൻഷഹിനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് പരമാവധി സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കണം. മറ്റ് ചിന്തകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, നമുക്ക് ഒരുപാട് ചിന്തകളുണ്ട്, അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ നിന്ന് ഈ പറഞ്ഞ മാതിരി തന്നെ ഇവിടെ ഇതുപോലുള്ള സഹായങ്ങൾ ഒരുപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. ഈ അൻഷീനെ അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ 35 ലക്ഷം രൂപ ആണ് അതിന് വേണ്ടി വരുന്നത്. അതിനുള്ള സഹായം എല്ലാവരിൽ നിന്നും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ അലി കുന്നുമ്മൽ മഹല്ല് പ്രസിഡന്റാണ്. അൻഷദിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരൽ നമ്മളുടെയൊക്കെ കടമയാണ്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളോടൊപ്പം കളിച്ചു വളരേണ്ട അൻഷദിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരുടെയും ഉദാരമായ സഹായം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ അല്ലെങ്കിൽ ഒരു കൂട്ടായ പ്രവർത്തനം നമുക്ക് നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളെല്ലാവരും ഒത്തുകൂടി ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, കേവലം 13 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് അൻഷഹ് എന്ന് പറയുന്ന പൊന്നുമോന്
മാരകമായ ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന ക്യാൻസർ ബാധിച്ചിട്ട് വളരെ അടിയന്തരമായിട്ട് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായിരിക്കണം. കോഴിക്കോട് MBR ക്യാൻസർ സെന്ററിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കുവാൻ മജ്ജ മാറ്റിവെക്കുവാൻ 35 ലക്ഷം രൂപ വേണം. വളരെ അടിയന്തരമായിട്ട് മജ്ജ മാറ്റി വെച്ചാലേ ആ പൊന്നുമോനെ നമുക്ക് ജീവിതത്തിൽ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഈ നാട്ടിലെ പൗരപ്രമുഖരെല്ലാം ഇന്ന് എത്തിയിട്ടുള്ളത് അൻഷയുടെ ജീവൻ രക്ഷിക്കാനാണ്. അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം അവർ സഹായിച്ചു കഴിഞ്ഞു. ഇനി ആ പൊന്നുമോനെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണം. പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഒരു പ്രവാസിയുടെ മകനാണ്. വർഷങ്ങളായി പ്രവാസ ലോകത്ത് ഡ്രൈവർ ജോലി ചെയ്യുന്ന ഒരു പ്രവാസിയുടെ മകനാണ് ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും സഹായിക്കണം. കാരണം എന്താ പറയുക, പ്രവാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ നട്ടല്ല. ഇപ്പൊ വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും നമ്മുടെ നാടിനെ താങ്ങി നിർത്തിയ ഒരു പ്രവാസിയുടെ മകനാണ് ഈ ഒരു അവസ്ഥ വന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഒന്ന് ഏറ്റെടുക്കുകയാണെങ്കിൽ നാളെ അൻഷയെ പുഞ്ചിരിക്കും. അൻഷയുടെ കൂടെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ അൻഷാന് എന്ത് ഇഷ്ടമാണെന്ന് അറിയോ? അൻഷായിനെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ അവരെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം വരെ അവർ നൽകാൻ തയ്യാറായി നിൽക്കുക. പിന്നെ നമ്മളെന്തിനു മടിച്ചു നിൽക്കണം? ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഒന്ന് ഏറ്റെടുക്കണം അൻഷാനെ. അൻഷാന്റെ അവസ്ഥ കണ്ടല്ലോ വീഡിയോയിലുള്ളത്. ദിവസം കൂടുന്നതനുസരിച്ചിട്ട് അൻഷാന്റെ രോഗാവസ്ഥയെ മൂർച്ഛിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തിനുള്ളിൽ അടിയന്തരമായിട്ട് മജ്ജ മാറ്റി വെച്ചാലേ അൻഷം എന്ന പൊന്നുമോനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണം. ആരും കൈവെടിയരുത്. നമ്മുടെ വീട്ടിലെ കുഞ്ഞാണെന്ന് കരുതിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു 10